താ ഞാൻ തരുമാ. വേണ്ട. ചന്ദ്രേട്ടൻ വിചാരിക്കണ പോലെ അല്ല കുട്ടി. ചാലക്കുടിക്ക് അടുത്ത് അഷ്ടമിച്ചിട്ടല്ല ഞങ്ങളുടെ വീട്. വലിയ പേരുടെ കുടുംബമായിരുന്നു. ഇപ്പൊക്കെ നശിച്ചു. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചതാ. പിന്നെ ഒരു ഏട്ടനുണ്ട്. അയാൾ ആ കുടുംബം നോക്കി കൂടപ്പറപ്പളൊക്കെ വളർത്തിയത്. ചന്ദ്രേട്ടനെ പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അയാള്. അയാൾക്ക് പെട്ടെന്ന് ഹാർട്ടിന് എന്തോ തകരാറ് വന്നു. അപ്പൊ ഈ കുട്ടി കോളേജിൽ പഠിച്ചോണ്ടിരിക്കുക. കാശിന് ബുദ്ധിമുട്ടായപ്പോ നിർത്തി. ഇപ്പൊ ഹൈദരാബാദിൽ ഒരു ട്രാവൽ ഏജൻസിയിൽ ജോലിയുണ്ട്. കുടുംബം നോക്കണതും ഏട്ടന്റെ ചികിത്സയും ഒക്കെ ആ കുട്ടി തന്നെയാ. 2 ആഴ്ച മുമ്പ് ഏട്ടന് പെട്ടെന്ന് സുഖേടോടി ആശുപത്രിയിലായി. ഒരു ഓപ്പറേഷൻ നടത്തിയ ആള് ചിലപ്പോൾ രക്ഷപ്പെടും. അതിന് കാശ് കുറെ വേണം. ആ കുട്ടി അവളുടെ ആഫീസിൽ നിന്ന് 2 ലക്ഷം രൂപ അടിച്ചോണ്ട് മുങ്ങിയതാ. ഇതെന്നോട് നേരത്തെ പറയാറുന്നില്ല. ഞാനിപ്പോഴല്ല അറിയണത്. ഈ ലോകത്ത് ഇങ്ങനെയുണ്ട് ആളുകൾ. ഞാൻ ആശുപത്രി മരിക്കാൻ കിടന്നപ്പോ എന്റെ കൂടപ്പുറപ്പോൾ ഒന്നും മുഖം കാണിച്ചു പോയി. ഈ കുട്ടി വാ. പോണതിന് മുമ്പ് ആ കുട്ടിക്ക് ചന്ദ്രൻ 2 മാപ്പ് പറയണമെന്നുണ്ട്. എന്തിനു? പേടിക്കണ്ട, ചന്ദ്രേട്ടൻ വഴക്കൊന്നും പറയില്ല. ശരിക്കും മാപ്പ് പറയണ്ട. ഞാൻ കുട്ടിയോട് മോശമായി പെരുമാറി. ചോദിക്കാതെ പെട്ടി തുറന്ന് സാരി എടുത്തത് എന്റെ തെറ്റാ. പ്രേമൻ പറഞ്ഞപ്പോഴാ അതാരുടെയാന്നൊക്കെ ഞാൻ അറിയുന്നത്. എന്നോട് ക്ഷമിക്കണം. സാരല്ല, എന്റെ ജീവിതത്തിൽ ഈ സാരിയും ബ്ലൗസും ഒക്കെ ഉള്ളൂ. ബാക്കി ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. എങ്കിലും ചോദിക്കാണ്. നമ്മൾ ജോലി ചെയ്യണ സ്ഥലത്തുനിന്ന് ചോദിക്കാണ്ട് കാശ് എടുത്തോണ്ട് പോരാന്ന് വെച്ചാ കുട്ടി ചെയ്ത് തെറ്റല്ലേ? തെറ്റാണ്. എന്റെ ഏട്ടന്റെ ജീവൻ. മറ്റൊന്നും ഞാൻ ആലോചിച്ചില്ല. അതിനെന്തും ഞാൻ ചെയ്യും. എന്തും. ഞാൻ പോട്ടെ. നന്ദിയുണ്ട് എന്നെ രക്ഷിച്ചേന്. ഒരു ദിവസം തങ്ങാനിടം തന്നേന് മറക്കില്ല. പോയിട്ട് വാ. എന്ത് സഹായത്തിനും ഇവിടെ ഒരു ഏട്ടനുണ്ടെന്ന് വിചാരിച്ചോളൂ.